ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. 2025 നിങ്ങളെവരെയും ഡെയിലി ബ്ലോഗ് റീസെന്റ് കണ്ടന്റ് ഇടുന്ന ടോപ്പ് 10 റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമാണ്. സാഹചര്യവും പുതുവർഷ എന്ന സാങ്കല്പിക നമ്മുടെ എല്ലാ രാജ്യത്തും ഒരു വർഷം കടക്കുകയാണെന്ന നമ്മുടെ പുതിയൊരു ഓർമ്മകളിലേക്ക് 2025 നമ്മൾ കാല് വെച്ച് കഴിഞ്ഞു എന്നത് നമ്മളും നിങ്ങളും ഓർത്തുകൊള്ളുക. ആ ഒരു സെലിബ്രേഷൻ മൂഡിൽ പല കാര്യങ്ങളും പല വ്യക്തിത്വവും നമ്മളെ മനസ്സിലാവാതെ നമുക്ക് തന്നെ തീർച്ചപ്പെടുത്താതെ ഈ ലോകം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. വസന്തം കാലം അടുത്തു എന്ന ഒരു പുതു ഓർമ്മ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നു എന്നതാണ് ഏക നിർദ്ദേശം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് മനമിസ് തൊഴിൽ. അപ്പോൾ ഞാനൊരു ഇൻഫ്ലുവൻസറായിട്ട് നമ്മൾക്ക് നിങ്ങളോടുള്ള ഐക്യവും നിങ്ങൾക്ക് നമ്മളോടുള്ള ആ കൺസേണും ഒക്കെ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത് നിങ്ങളോടാണ് പ്രേക്ഷകർ. അപ്പോൾ നമ്മളുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നതാണ് ഈ വീണ്ടും നമ്മൾ പറയാറുള്ളത്. കാരണം ലൈക്കും സബ്സ്ക്രൈബും നിങ്ങളുടെ ഇഷ്ടത്തെയാണ് നമ്മൾ അറിയുന്നു. നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന നമ്മുടെ ഫാമിലിയാണെന്നുള്ള ഉത്തമ ബോധം ഒരു സോഷ്യൽ ഉപഭോക്താവിന് ഒരു യൂട്യൂബർക്ക് ആവശ്യമാണ് എന്നത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ നമ്മളുടെ ഡെയിലി ബ്ലോഗിന്റെ ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ മന്ത്രി ഗണേഷ് കുമാർ പുതിയ കൊല്ലത്ത് പുതിയൊരു അറിയിപ്പുമായി വന്നിരുന്നു. ഇപ്പൊ റോഡും വികസനവുമാണല്ലോ ഇപ്പൊ നാടിന്റെ ചർച്ച. ഇപ്പൊ നമ്മൾ അതിലേക്ക് തന്നെ ആവട്ടെ എന്ന് കരുതി നല്ല കാര്യങ്ങൾ, അതായത് നമ്മളെയൊന്നും വിഷമിപ്പിക്കാത്ത കാര്യങ്ങൾ തന്നെ ചർച്ചയാകാം എന്നാണ് നാം. പക്ഷേ ഇതൊരു ആവശ്യവുമാണ്. അറിയാലോ, KSRTC ഈ ഒരു ബസ് കാലഘട്ടം കുറേ ആയി നമ്മളെ രാജ്യത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം. ഗതാഗത വകുപ്പ് നിയമിക്കുന്ന, ഗതാഗത ഗവൺമെന്റ് നിയമിക്കുന്ന അവരുടെ സിറ്റിസൺസിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ അവരുടെ സൊസൈറ്റിയിൽ നിർമ്മിച്ച്, പക്ഷെ ചിലയിടങ്ങളിൽ KSRTC അവൈലബിൾ അല്ല. ഞാൻ പറയുന്നത് KSRTC എല്ലാ ഏരിയയിലും ഒന്ന് അവൈലബിൾ ആക്കിയാൽ പ്രൈവറ്റ് ബസ്സിന്റെ ഈ അൺലിമിറ്റഡ് ഓട്ടം നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ 9 മണി വരെയാണ് ഇപ്പോൾ സമയം കുറിച്ചിരിക്കുന്നത് ബസ്സുകൾക്ക്. അപ്പോൾ KSRTC ഒരു ബസ് നമ്മളെ നാട്ടിലും കണ്ണൂർ ഏരിയകളിലും വരണമെന്ന് ഞാനും നമ്മുടെ ഈ ഏരിയയിലൊന്നും KSRTCയെ നമ്മൾ കൂടുതൽ കാണാറില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. അങ്ങനൊരു സംഭവമേ നടക്കാറില്ല. ഞാൻ ജനിച്ചിട്ടോ നമ്മളെ നാട്ടിലോ നമ്മളെ സൊസൈറ്റിയിലോ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്തതാണ്. പല ഏരിയകളിൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ഒരു KSRTC ബസ് കാണുന്നു എന്നല്ലാതെ യാഥാർത്ഥ്യത്തിൽ പ്രൈവറ്റ് ബസ്സാണ് നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ വണ്ടിയിൽ കയറിപ്പോയ കാലഘട്ടവും. അപ്പോൾ പ്രൈവറ്റ് ബസ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെ സെക്യൂർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ KSRTC ഒരു സർക്കാരിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പം അതിന് നമ്മളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം KSRTC. പക്ഷെ പ്രൈവറ്റ് ബസ്സിന് അതുണ്ടാവില്ല. അപ്പോൾ
നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ അപകടത്തിന് കാരണവുമാകുന്നത് KSRTC ബസ്സും കാരണമുണ്ടാകുന്നു, പ്രൈവറ്റ് ബസ്സും ഉണ്ടാകുന്നു. രണ്ടും പക്ഷേ ഓവർ സ്പീഡ് കാരണം ഓരോ ബസ്സുകൾക്ക് ഇത്ര സമയം കൊടുത്തത് കൊണ്ട് അവർക്ക് ആ സമയത്തിന് എത്തണമെന്നുള്ള ആ ഒരു വാശി ഈ ബസ്സുകൾക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്, റോഡ് സേഫ്റ്റി ഇല്ലാതാകുന്നത് എന്നത് ഒരു പ്രധാന ഘടകമാണ്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. എന്നാലും വന്ന വഴിയിൽ നമുക്കതും ഒന്ന് നിർദ്ദേശമാക്കാം, ഒരു അഭിപ്രായം നമുക്ക് പറയാം. അപ്പോൾ ഈ പുതുവർഷ ആശംസകൾക്കൊപ്പം മന്ത്രി ഗണേഷ് കുമാർ ഒരു കാര്യവും കൊണ്ടുവന്നു. ടൂറിസ്റ്റ് മേഖലകളിൽ മൂന്നാറിലെ കിടിലൻ കാഴ്ചകളിൽ ഇനി തൊട്ടടുത്ത് കാണാം റോയൽ വ്യൂ ഡബിൾ ടക്കർ ബസ്സുമായി KSRTC. ഡബിൾ ടക്കറായ ഒരു വണ്ടി, അതായത് ഒരു ബസ് 2025 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, അതും കേരളത്തിൽ. KSRTCയുടെ ഏറ്റവും നൂതന സംരംഭമായ റോയൽ വ്യൂ ഡബിൾ ടക്കർ ബസ് സർവീസ് സംസ്ഥാന ടൂറിസത്തിന് മുതൽക്കൂട്ടാവുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ വിനോദസഞ്ചാരികൾ പുറം കാഴ്ചകൾ കണ്ടുള്ള യാത്രകൾ റോയൽ വ്യൂ ബസ് നൽകുമെന്ന്. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം ബസ്സുകൾ മൂന്നാറിലെ സഞ്ചാരികൾക്കായുള്ള KSRTCയുടെ പുതുവത്സര സമ്മാനമാണ്. ഇതാണ് ആമുഖം എന്ന് പറയാം. പക്ഷെ ഇത് നമുക്കും ഇഷ്ടമുണ്ട്. ഒരു ടൂറിസ്റ്റ് ബസ്സും എന്നും പറയാം. ഡബിൾ ടക്കർ വണ്ടിയാണ് KSRTC ബസ്. 2 തട്ടിലായിട്ടാണ് ഈ ബസ് കാണാൻ സാധിക്കും. വളരെ കളർഫുൾ ആയിട്ടുള്ള ആംബിയൻസും കുറച്ച് എന്തൊക്കെയോ മോഡുലേഷനൊക്കെ മാറ്റി സഞ്ചാരികളുടെ വ്യൂ, അതാണ് അവരുടെ ഇഷ്ടമെന്ന് തോന്നുന്നു. അതും ബസ് കെയർഫുള്ളായി ഓടിക്കണമെന്നതും ഒരു ഘടകമാണ്. അപ്പം ഈ ഒരു പുതുവത്സര ദിനങ്ങളിൽ ഈ 2025 ഒന്നാമത്തെ ദിവസത്തിൽ തന്നെ പല ഡിസിഷൻസ് നമ്മളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എടുത്ത ഈ തീരുമാനം നല്ലതാണോ എന്നതാണ് നമുക്കും അറിയേണ്ടത്. തിരുവനന്തപുരം KSRTCയുടെ ഏറ്റവും നൂതന സംരംഭമായ റോയൽ വ്യൂ ഡബിൾ ടക്കർ ബസ് സർവീസ് സംസ്ഥാന ടൂറിസത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ് മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത്. വിനോദസഞ്ചാരികൾക്ക് പുറംകാഴ്ചകൾ കണ്ടുള്ള യാത്രകൾ റോയൽ വ്യൂ ബസ് നൽകും. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം ബസ്സുകൾ മൂന്നാറിലെ സഞ്ചാരികൾക്കായുള്ള KSRTCയുടെ പുതുവത്സര സമ്മാനമാണെന്ന് മന്ത്രി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മൂന്നാറിലെ സേവനം നടത്തുന്നതിനായി KSRTC രൂപകൽപ്പന ചെയ്ത റോയൽ വ്യൂ ഡബിൾ ടക്കർ ബസിന്റെ ഉദ്ഘാടനവും അന്ത്യയാത്രയുടെ ഫ്ലാഗ് ഓഫും തിരുവനന്തപുരം സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ. അപ്പോൾ KSRTCയുടെ സ്വപ്ന സംരംഭങ്ങളിൽ ഒന്നാണിത്. ഇത്തരത്തിൽ റെട്രോഫിറ്റ്മെന്റ് ഡബിൾ ടക്കർ ബസ് ഇന്ത്യയിൽ ആദ്യമാണ്. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗര കാഴ്ചകൾ എന്ന പേരിൽ ആരംഭിച്ച 2 ഓപ്പൺ ഡബിൾ ടക്കർ സർവീസുകൾ തുടർച്ചയായിട്ടാണ് വിനോദസഞ്ചാര മേഖലകളിലെ റോയൽ വ്യൂ ബസ് സർവീസ് നടപ്പിലാക്കുന്നത്. മൂന്നാറിലെ മനോഹരമായ പ്രകൃതിയും മൂടൽമഞ്ഞും മഴയും ആസ്വദിച്ച് റോയൽ വ്യൂ ബസിന്റെ 25 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരണം. രാവിലെ 10 മണി
ആരംഭിക്കുന്ന സർവീസുകൾ വൈകുന്നേരം 6 മണിയോടെ ബസിന്റെ പൂർണ്ണ ലൈറ്റിംഗ് മോഡും കൂടി മൂന്നാർ ടൗണിലെത്തും. കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും സുതാര്യമായ ഗ്ലാസ് ബോഡി ബസ്സുകൾ പ്രയോജനപ്പെടുമെന്നും മന്ത്രി പറയുന്നു. മന്ത്രി വിശിഷ്ട വ്യക്തിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ നടത്തി. റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ് യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രവർത്തിച്ച ജീവനക്കാരെ മന്ത്രി അനുമോദിച്ച്. കടകംപള്ളി സുരേന്ദ്രൻ MLA അധ്യക്ഷനായി. KSRTC ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, ബോർഡ് അംഗം വിജയശ്രീ, വാർഡ് കൗൺസിൽ DG കുമാരൻ, R ഉദയകുമാർ, PC ഉണ്ണികൃഷ്ണൻ തുടങ്ങി പങ്കെടുത്തു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ കരുത്ത് പകരുന്ന KSRTCയുടെ ഏറ്റവും നൂതന സംരംഭം റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ് സർവീസ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതാണ് ഈ പുതിയൊരു കാലഘട്ടത്ത്, പുതിയൊരു വർഷത്ത് നമ്മൾ കാണുന്ന ഒരു മാറ്റത്തിൻ്റെ തുടക്കം എന്ന് സംശയിക്കാവുന്ന. നമുക്കൊക്കെ ഡബിൾ ഡക്കർ KSRTC ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മുടെ നാടിനൊരു KSRTC സംരംഭമില്ല. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാടിന്, നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ ഡിസ്ട്രിക്റ്റിലില്ല എന്നത്. കണ്ണൂരൊക്കെ ഉണ്ട് എങ്കിലും സൊസൈറ്റികളിൽ, ഓരോ ജില്ലകളിലെ ഓരോ ഗ്രാമപ്രദേശത്തും KSRTC അവൈലബിൾ ആക്കണമെന്നത് മുൻ ധാരണ നിങ്ങൾക്ക് വേണം. കാരണം എല്ലാ ജനങ്ങളും ഒരേ ശ്വാസത്തോടെ, ഒരേ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ അവരുടെയും അവർക്കില്ലാത്തതും നിങ്ങൾ കാണണം. കാരണം സാധാരണക്കാർക്ക് ബസ്സാണ് ഏറ്റവും അവൈലബിളായ ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിലുപരി അവർ ട്രെയിനിനെയാണ് ആസ്വദിക്കുക. അതല്ലെങ്കിൽ അവർ പ്ലെയിനിനെ ആസ്വദിക്കും. യാത്രകളിലെ സഞ്ചാരികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന യാത്രകളിൽ ആസ്വദിക്കാനുള്ള ഫ്രീഡം നമുക്കുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സാംസ്കാരിക കേരളത്തിലുണ്ട്. പക്ഷേ സമൂഹം ഇങ്ങനെ നിലനിൽക്കുന്ന കാലഘട്ടത്താണ്, സമൂഹത്ത് നിർദ്ദേശകർ നിലനിന്നുകൊണ്ടിരിക്കുന്ന കാലത്തോളം, നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയ അറ്റൻഷന്മാർ ഇവിടെ ഡെവലപ്മെൻ്റ് ആകുന്ന കാലഘട്ടത്തോളം ഒരു പോസിബിലിറ്റി ഇവിടെ അവൈലബിൾ ആക്കണം. സമൂഹത്ത് ഇത്രയുള്ള വസ്തു നിർമ്മാണങ്ങൾ വേണ്ട എന്നതല്ല, ഇത് ടൂറിസ്റ്റ് മേഖല വികസനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് അവരുടെ നിർദ്ദേശം. എല്ലാം നല്ലതിനാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ അതിനുപരി ഒരു സേഫ്റ്റിയെ നിങ്ങൾ മുൻകരുതലൂടെ കരുതിക്കുന്നത്. ഇത്തരത്തിലുള്ള നിർമ്മാണ ലോഞ്ച് പ്രക്രിയ നിങ്ങൾ ഇവിടെ നടത്തിയാൽ സമൂഹത്ത് ജനങ്ങൾക്ക് എന്ത് സുരക്ഷിത എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഏത് കാര്യത്തിലായും, വെള്ളത്തിൻ്റെ കാര്യത്തിലായും ഒരു വെള്ളം തുള്ളി പോലും ജനങ്ങൾക്കതിൽ നിന്ന് സ്പർശനവുമായോ ആ വണ്ടിയിൽ നിന്ന് അനുഭവപ്പെടാൻ പാടില്ല. ട്രെയിനിൻ്റെ അവസ്ഥ കണ്ടിട്ട്, വലിയ ട്രെയിനാണെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു മയത്തുള്ളിയാണ് അവിടെ ചതിക്കുന്നത്. അതാണ് പറയുന്നത്. മഴ കാരണം പോലും അവർക്ക് അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല. ബസ്സെന്ന് പറഞ്ഞാൽ അവർക്ക് അന്തിയുറങ്ങാനും അവർക്ക് യാത്രകളിലൊന്ന് വിശ്രമം കൊള്ളാനുമുള്ള ഒരു ഓപ്ഷനാണെന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. അപ്പോൾ ഡബിൾ ഡക്കർ എന്ന് പറയുന്ന KSRTCയുടെ ഈ ഒരു പുതിയ യൂണിയൻ സംരംഭിച്ച ഈ സംരംഭത്തെ നമ്മൾ കൺഗ്രാറ്റ് ചെയ്യുന്നു. പക്ഷേ പുതിയ വർഷത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം നാടിൻ്റെ വികസനം എന്ന പ്രക്രിയ നമ്മളെ ഉപഭോക്താവിന് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. രാജ്യത്ത് നിലകൊള്ളുന്ന, രാജ്യത്ത് സംരംഭകർ ഉണ്ടാകേണ്ട കാലഘട്ടം തുടക്കമാണ്. സംരംഭകരാകാൻ സ്വയം പര്യാപ്തതയില്ലാതെ ജീവിക്കുന്നവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊരു അവർക്കും ഒരു ഉത്ബോധനം, അവർക്കും അതിശയിക്കാനുള്ള എന്തൊക്കെയോ. പ്രൈവറ്റ് ബസ്സുകൾ ഒട്ടാകെ നിലപാടുകൾ തെറ്റിയാണ് യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ സ്വകാര്യ ബസ്സുകളാണ് അവർ. അപ്പോൾ സമൂഹത്ത്
എങ്ങനെ നിലപാടുകളില്ലാതെ യാത്ര ചെയ്യുന്നു എന്നത് ഡേഞ്ചറായ ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ മനുഷ്യനെ സാധാരണ മനുഷ്യർക്ക് ഇത്തരം മാനസികാവസ്ഥ ഉണ്ടായാൽ തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേരളത്തിൻ്റെ സാഹചര്യത്തിൽ യാത്ര എന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പാഷൻ. ആ പാഷന് അധികം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നത് ഒരു റൂട്ട് പോലെ തന്നെയാണ്. അപ്പോൾ ഈ പുതുവത്സര ദിനങ്ങളിൽ നിങ്ങളോട് ഇതും കൂടി പറയാമെന്ന് കരുതുന്നു. അപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ എന്താണ് ഇതിലൂടെ പറയുന്നു എന്ന് നമുക്കൊന്ന് കാണണം. മന്ത്രി ഗണേഷ് കുമാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോയും കൂടി നമ്മൾ ഇതിലിടുന്നുണ്ട്. അതും കൂടി നമുക്ക് കണ്ടിട്ട് നമ്മളെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതും നമുക്ക് കാണേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. KV ഗണേഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഈ പുതുവത്സര ആഘോഷ വേളയിൽ. ഹലോ, ഗുഡ് ഈവനിങ് ഗണേഷ് കുമാർ. രാത്രിയായിരുന്നു ഈ ഒരു മീഡിയ. എന്തായാലും വളരെ സന്തോഷം. ഞങ്ങളെ രാത്രി 7 മണിക്ക് തന്നെ പുതുവത്സരത്തെ വരവേൽക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. താങ്കൾ എന്താ ബസ്സിൽ കയറാൻ പോകുന്നു? 2025 4 മണിക്ക് ഞങ്ങൾ ഇന്ന് KSRTC ഒരു പുതിയ റോയൽ വ്യൂ എന്നൊരു ബസ് നിരത്തിലിറക്കുകയാണ്. മൂന്നാറിലേക്ക് വിടും വണ്ടി. ട്രിവാൻഡ്രത്ത് വെച്ച് ഞങ്ങളിത് ഇന്ന് വണ്ടി പുറത്തിറക്കി. നല്ലൊരു കോൺസെപ്റ്റ്. ഇനി വണ്ടി മൂന്നാറിലേക്ക് കൊണ്ടുപോകും. ടൂറിസത്തിന്റെ വലിയ കാൽവയ്പായി മാറുന്ന KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഒരു മുഖമുദ്രയായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല നിലയിൽ ഞങ്ങൾ കഴിവിന്റെ പരമാവധി KSRTC ജീവനക്കാർ തന്നെ ഈ വണ്ടി നിർമ്മിച്ചുണ്ടാക്കി എടുത്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഗണേഷ് കുമാർ, നമ്മുടെ പ്രേക്ഷകരൊക്കെ ഈ പുതുവത്സര ആഘോഷത്തിന്റെ നടുവിലാണ്. അപ്പോ ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുന്നത്? നല്ല വണ്ടികൾ കൊടുക്കും. 2025 നമ്മുടെ പ്രതിജ്ഞ എന്തായിരിക്കും? നമ്മുടെ കടകംപള്ളിയൊക്കെ എന്തോ ആലോചിച്ച് നിൽക്കുക. വണ്ടിയൊക്കെ നേരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും. 2024 നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 2025 അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ ഇത് എന്തായാലും വലിയ പരിപാടിയാണെന്ന് തോന്നുന്നു. ഈ ബസിന്റെ ഓപ്പണിംഗ് പ്രമാണിച്ച് വലിയൊരു പരിപാടിയാണോ? ഗണേശ ബസ്സിൽ കയറാണ്. കയറട്ടെ, വണ്ടിയിലോട്ട് കയറിയിട്ട്. നമ്മുടെ ഉമേഷ് ബാലകൃഷ്ണൻ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ ഗണേഷ് കുമാർ, ഈ വണ്ടിയുടെ ഒരു ഈ റീഡിസൈൻ ചെയ്ത് വന്നാണോ വണ്ടി? പുതിയ ബസ്സല്ലേ? പുതിയ നല്ല രസമായിരിക്കും. പഴയ വണ്ടിയാണ്. ഞങ്ങൾ അതിനെ ഈ വണ്ടിയെ കുറിച്ചൊന്ന് പറഞ്ഞാൽ കൊള്ളാം. കംപ്ലീറ്റ് വണ്ടി മാറ്റിയിട്ടുണ്ട്. ഒരു ദിവസം വണ്ടി ഫുൾ ഗ്ലാസ് ആണ്. സൈഡെല്ലാം ഗ്ലാസ് ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസും സീറ്റുകളെല്ലാം മാറ്റി 2 നിലയിൽ മേളത്തെ നിലയിൽ ഫുള്ള് ഗ്ലാസ് ആണ്. അപ്പൊ നമ്മൾ 2 വശവും ഇരിക്കുന്ന ആളിന്റെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെ ഷൂസ് വരെ കാണാൻ പറ്റും വെളിയിൽ നോക്കി കഴിഞ്ഞാൽ. അപ്പം പുറത്തേക്കും അതുപോലുള്ളൊരു വിഷനാണ്. വളരെ മനോഹരമായൊരു വിഷനാണിത്. താഴത്തെ നിലയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇതിന്റെ മുകളിലത്തെ നിലയിലേക്ക് ഞാനൊന്ന് പോയി കാണിക്കാം. പുതിയ ട്രെയിനിൽ പോലും അത് നല്ലതാ. 2ാം നിലയിലേക്ക് നമ്മള് താഴത്ത് വന്ന് സമ്മാനമുള്ളെങ്കിൽ മേലോട്ട് കയറി നല്ലതാ. നിലയിലെത്തിയിരിക്കുകയാണ്. പറ്റുന്ന കാലത്ത് ഇവിടെ നിന്നാണ് ഏറ്റവും വലിയ വ്യൂ എന്ന് പറയുന്നത്. ഇത് മഞ്ഞും മഴയും എല്ലാം ആസ്വദിക്കാനുള്ള സൗകര്യം. ഇതിന്റെ മുകളിൽ ഗ്ലാസ് ഉണ്ടാവുമോ ഫുൾ ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ വെയിലിങ്ങനെ അടിക്കും താഴേക്ക് വരും. ഞങ്ങള് കംപ്ലീറ്റ് കാണാൻ നോക്കും. നമ്മൾ കയറുമോ? പുറത്തേക്കും നല്ല വ്യൂ ആണ്. ഇവിടുന്ന് സീറ്റുകളൊക്കെ റോയൽ പുതിയ ട്രെയിൻ ഇറങ്ങിയപ്പോഴും അതിലും കയറാനുള്ള ഭാഗ്യം വളരെ വലിയ ഗ്ലാസ് മാത്രമേ ബസ്സൊക്കെ ട്രെയിനുകൾ ഇറങ്ങിയാലും ഇവർ ഈ എമൗണ്ട് കൂട്ടിയിട്ടുള്ള യാത്ര ചെലവുകളെ ആലോചിക്കുമ്പോൾ സാധാരണക്കാർക്കുള്ള യാത്രകൾ കുറയ്ക്കുകയാണ് കാണിക്കുന്നത്. ഫ്രണ്ട് എല്ലാം ഫുൾ ഗ്ലാസ് ആണ്. നമുക്കിപ്പോ ആ ഒരു ഗംഭീരമായിട്ടുണ്ട് ഗണേഷ് കുമാർ. താങ്കൾ പറയുന്നതൊക്കെ നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം വിജയകുമാർ കേൾക്കുന്നുണ്ട്. അവരൊക്കെ വളരെ ആകർഷകരായി നിൽക്കുകയാണ്. പുതുവർഷത്തിൽ ആവേശം കൊണ്ട് നിൽക്കുക. ഇറക്കുന്നത് ഒരു ടൂറിസ്റ്റ് മേഖലകൾക്ക് ഗംഭീരമായിട്ടുണ്ട്. ഇത് മൂന്നാറിലേക്ക് കൊണ്ടുപോകും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ട്രിവാൻഡ്രത്ത് നമ്മളിത് പ്രദർശിപ്പിച്ചു. കാരണം ഇത് ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ നോവൽറ്റി അങ്ങ് പോകും. കാരണം എല്ലാ മീഡിയയുടെ മുമ്പിൽ വെച്ച് ട്രിവാൻഡ്രത്ത് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് വണ്ടി ഏതാനും ദിവസങ്ങൾ മൂന്നാറിലേക്ക് പോകും. അവിടെ വെച്ച് അവിടുത്തെ
MLA-യുടെയും പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ, ജനങ്ങളുടെ സാന്നിധ്യത്തിൽ അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യും വണ്ടി. അത് മറ്റൊരു ചടങ്ങായിട്ട് ചെയ്യും. പക്ഷേ ഇത് നമുക്കൊരു നല്ലൊരു ടൂറിസത്തിൽ വലിയൊരു അട്രാക്ഷൻ. ഇതിന്റെ മുകളിലിരുന്ന തേയിലത്തോട്ടങ്ങളും മഞ്ഞും മഴയും എല്ലാം ആസ്വദിക്കാൻ ഭയങ്കര രസമായിരിക്കും. കാരണം ഈ ഗ്ലാസ്സിലൂടെ മഴവെള്ളം ഇങ്ങനെ ഒഴുകുന്നത് മുകളിലെല്ലാം കാണാം. മഴ നമ്മുടെ തലയിൽ വീഴുന്നിട്ട് നമ്മൾ പുറത്തേക്ക് വീഴും. ഇങ്ങനെ ഗ്ലാസ്സിന് പുറത്തേക്ക് ഇങ്ങനെ വീണിട്ട് അത് കാണാൻ പറ്റും. പിന്നെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഇരുവശവും മൂന്നാറിന്റെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ പച്ച പട്ട് വിരിച്ചതുപോലെ കാണാൻ പറ്റും. കാരണം കാറിലൊക്കെ പോകുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. അപ്പോൾ ഒരു നില മുകളിലിരുന്നാൽ താഴത്തെ നിലയിൽ നല്ല ഹൈറ്റിൽ തന്നെയാണ്. അവിടെയും നല്ല വിഷൻ ഉണ്ട്. പക്ഷെ എന്തായാലും മുകളിലിരിക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ആയിരിക്കും. മൂന്നാറിൽ വരുന്ന സഞ്ചാരികൾ ഈ റോയൽ വ്യൂ എന്ന് പറയുന്ന ഈ ബസ് അവരുടെ യാത്രയുടെ ഒരു ഗണേഷ് കുമാർ നമുക്കൊപ്പം ചേർന്നതിന് മാത്രമല്ല ഇത് കാണുന്ന പ്രേക്ഷകർക്ക് KP ഗണേഷ് കുമാറിന്റെ മന്ത്രി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. മാത്രമല്ല നമ്മുടെ റിപ്പോർട്ടർമാരെ പണി പോകണ്ട. കാര്യം നന്നായിട്ട് താങ്കൾ റിപ്പോർട്ട് ചെയ്താൽ പിന്നെ അവരെ പണി പോകില്ലേ. അപ്പോ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. ഈ വണ്ടിയിൽ വൻ വിജയമാകട്ടെ നമ്മൾ ആശംസിക്കുന്നു 2025. Yes. Okay, thank you. Thank you, Umesh. Okay, thank you. That was KP Ganesh Kumar, our Minister for Transport. Vijay Kumar, എന്റെ ഇംഗ്ലീഷ് എന്താ മോശമായോ? ഗംഭീരാണ്, ഒരു കുഴപ്പമില്ല. ചെറിയ പുണ്യം വന്നു. അധികം വേണ്ട. എന്തായാലും വളരെ കൂടുതലാകത്തില്ല. സുതാര്യമാകട്ടെ, മന്ത്രി നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തു. നല്ല ഭാവിയുണ്ട്. KP ഗണേഷ് കുമാർ കാണുന്നതിന് ഒരു ആശ്വാസം, എന്തോ സമാധാനം. കാരണം പുള്ളിക്ക് ഐഡിയ ഉണ്ടോ എങ്ങനെയെങ്കിലും ഇത് നന്നാക്കണം എന്നത്. നമ്മുടെ ഈ സെറ്റ് കണ്ട് ആഗസ്റ്റ് റീന സതീശൻ ചെറിയൊരു കവിത. ഇറ്റിറ്റ് വീഴുന്ന മഞ്ഞുതുള്ളിയിൽ ഈറനണിഞ്ഞു നിൽക്കുന്ന പുൽനാമ്പുകളും ദിക്കറിയാതെ മേയുന്ന ദിക്കറിയാതെ മേയുന്ന മുട്ടനാടും റെയിൽ കൂടെ വളഞ്ഞു പുളഞ്ഞു നീണ്ടു കിടക്കുന്ന റെയിൽപാളം അവിടെയും ഇവിടെയും മിന്നും വെട്ടത്തിൽ കിടക്കും ചെറുകുടികൾ. കവിതയുടെ രംഗത്ത് ചെറിയൊരു ഫ്യൂച്ചർ. 24 എപ്പോഴും ഒരു ഈ ന്യൂ ഇയർ എല്ലാം ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇൻട്രോ ഉണ്ട്. അത് നമുക്കെന്നും കോൺസെപ്റ്റുള്ള ഒരു ഷോ ആണ്. 24 ന്യൂസ് ഫ്ലവേഴ്സിൻ്റെ ഒരു അപ്പിയറൻസ്, അവരുടെ പോസിബിലിറ്റി അതാണ്. വളരെ കളർഫുള്ളായൊരു ഷോ, കളർഫുള്ളായ മീഡിയ ഒക്കെ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മളത്ര പോസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതറിയാൻ സാധിച്ചതോ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. അപ്പം ബസ്സുമായുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളും പ്രേക്ഷകരിലേക്ക് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ആവശ്യമാണ്, പൊതുജനങ്ങളുടെ ആവശ്യമാണ്, സൊസൈറ്റിയുടെ ആവശ്യമാണ്. നാളെ നമുക്ക് ചിലർക്കും ഉപകാരപ്പെട്ടേക്കാം എന്നും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് KSRTC എന്ന് പറയുന്ന ഒരു സ്ഥാപനം കാലഘട്ടമായി കൊണ്ട് നടക്കുന്ന ഒരു ബസ്സാണ്. നല്ല ബസ്സാണ്. പക്ഷെ ചില ഇലയിൽ അത് ആ ഒരു ബസ് ചില നാട്ടിൽ അവൈലബിൾ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവൈലബിൾ ആക്കണം. കാരണം അത് എല്ലാവരുടെയും ആവശ്യമാണ് എന്നത് നമുക്ക് അറിയാം. ജനങ്ങൾ എല്ലാ മൂലകളിലും ഉണ്ട്. അവർക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി കാലങ്ങളിൽ തീരെ യാത്രകൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ KSRTC യാത്ര ഓടണം. എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രാമത്തിലും അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ബസ് ആവശ്യമില്ല. നമുക്ക് നൈറ്റിൽ ഇപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റൽ ചിലപ്പോൾ സീരിയസ് ആണ്, പക്ഷെ എല്ലാ സമയത്തും നമുക്ക് ഓട്ടോറിക്ഷ കിട്ടുന്നുണ്ടോ? ഇല്ല. അവർ നൈറ്റിൽ ഓടാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ ബസ് എന്നത് നമുക്ക് കിട്ടിയാൽ അത് എത്ര നല്ല ഉപകാരമാണ്. ആംബുലൻസ് നമ്മൾ വിളിച്ചാൽ വരും. പക്ഷെ ഒരു യാത്രക്കാരന് പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു KSRTC ബസ് ഉണ്ടാകുന്നത് കണ്ണൂർ ഏരിയകളിലൊക്കെ വളരെ നല്ലതാണ്, എനിക്കും തോന്നും. അപ്പോൾ നമ്മുടെ നാടിൻ്റെ പുതുവർഷ ആശംസകളോടെ ഈ ഒരു വർഷമെങ്കിലും നല്ലത് നമുക്ക് കിട്ടട്ടെ. നമുക്കൊന്നും ഇപ്പോൾ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബും ലൈക്കും കൂടുന്നില്ല.
വളരെ വലിയൊരു സങ്കടം അതിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനലിനെ നിങ്ങൾ വളർത്തണം. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പിൻബലത്തിൽ മാത്രം നമുക്കത് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ഉപഭോക്താവിന് വേണ്ടിയും സംസാരിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയതുകൊണ്ട് പബ്ലിക് ഈസ് റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക്. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തത്തോടെ തന്നെ നമുക്ക് ഈ ഒരു ചാനൽ കൊണ്ടുപോയേ പറ്റും. ഇറ്റ്സ് പ്രൊഫഷണൽ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഉദ്യമത്തിൽ നമുക്കൊരു വീഴ്ച വരുമ്പോൾ അത് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ പോരായ്മകളാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ അലിഗേഷൻസിനും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ കുഴപ്പമുണ്ടാവും. പക്ഷെ ആ രണ്ട് ഉത്തരവാദിത്വവും നമ്മളെ തലയിൽ ചൂണ്ടി നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് പോസിബിളായ കാര്യങ്ങൾ നടത്തിയാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ആ ഒരു കാര്യത്തെ പിടിച്ചു നിർത്താൻ പറ്റും. ആ ഒരു പോസിബിലിറ്റി നമുക്ക് ഗംഭീരമായി മുതൽ കൂട്ടാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയവും ചർച്ച ചെയ്യണമെന്നത് ഒരു സോഷ്യൽ മീഡിയയിലെ അവതാരകൻ എന്ന നിലയിൽ അവൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ജനങ്ങളിലേക്ക് സമർപ്പിക്കുന്നവൻ്റെ പൊതുബോധത്തെ, അവൻ്റെ സാങ്കല്പിക സൃഷ്ടിയെ, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ജോണറിൽ വരുന്ന നമ്മുടെ സ്ക്രിപ്റ്റില്ലാതെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സംഭവം പൊതുജനങ്ങൾക്ക് എത്ര മെസ്സേജായി, എത്ര കണ്ടന്റ്ഫുള്ളായി നിങ്ങളെ മുന്നിലെത്തും. അതൊരു സോഷ്യൽ മീഡിയയുടെ പവറാണ്. യൂട്യൂബർ എന്ന മേഖല സെലിബ്രിറ്റികളുടെ പവറാണ്. അത് ഒരു സെലിബ്രിറ്റി തന്നെ. ആ ഒരു പവർ നമുക്ക് കാലഘട്ടത്തോളം ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ വിധത്തിൽ അവന്റെ നിലനിൽപ്പിനെ വർധനവുണ്ടാക്കാൻ ഒരു യൂട്യൂബർക്ക് കഴിയുമെന്നത് പച്ചയായ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബസ് നിർമ്മാണ കാര്യത്തിൽ തന്നെ നമ്മൾ സൊസൈറ്റിയോട് അടുപ്പമുള്ളൊരു വ്യക്തിത്വമാകുന്നു എന്നതാണ്. ബസ് നിർമ്മാണമൊക്കെ ഒരു രാജ്യത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു ടൂറിസ്റ്റ് മേഖലയ്ക്ക് ആവശ്യമാണ്. ഒരു ട്രാവൽ പ്രക്രിയയ്ക്ക് ആവശ്യമാണ്. അതൊരു നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയും കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന സോഷ്യൽ മീഡിയാസ്. ഓൺലൈൻ മീഡിയയുമായാലും പത്രമീഡിയ ആയാലും അവരും മനുഷ്യരാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബൈ ഫോർ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.